BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാം. നിലവിൽ വെള്ളയോ നീലയോ കാർഡുള്ള APL വിഭാഗക്കാർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അഥവാ BPL റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ്. നവംബർ 25 മുതൽ ഡിസംബർ 10 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ സമയത്തിനകം അപേക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ വിഷമിക്കേണ്ടതില്ല, അവസരങ്ങൾ ഇനിയും വരും. ഇത്തരം അവസരങ്ങളിൽ എന്തൊക്കെ രേഖകളാണ് തയ്യാറാക്കി വെക്കേണ്ടത്, യോഗ്യരായ ആളുകളാരൊക്കെ, അയോഗ്യരായ ആളുകളാരൊക്കെ തുടങ്ങി BPL കാർഡിനുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വരുമാനം, പാർപ്പിടം, ആരോഗ്യം, മറ്റു ജീവിത സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിന് ആവശ്യമായ രേഖകൾ പരിശോധിച്ചുകൊണ്ട് മാർക്കടിസ്ഥാനത്തിലാണ് അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. ആദ്യം BPL കാർഡിന് അർഹരല്ലാത്ത ആളുകൾ ആരൊക്കെയെന്ന് നോക്കാം. കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് താഴെ പറയുന്ന സവിശേഷതകൾ ഉണ്ടെങ്കിൽ BPL കാർഡിന് പരിഗണിക്കുന്നതല്ല. ആദായ നികുതി അടക്കുന്നവർ, 4 ചക്ര വാഹനമുള്ളവർ, സ്വന്തമായി ഓടിക്കുന്ന ടാക്സി അല്ലാത്ത 4 ചക്രമോ അതിനു മുകളിലോ വാഹനമുള്ളവർ, രോഗിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇളവുണ്ടാകും. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരൻ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് തുടങ്ങിയ പ്രൊഫഷണൽസ്, NRI ഉൾപ്പെടെ 25,000 അതിനു മുകളിലോ ശമ്പളം വാങ്ങുന്നവർ, കൂടാതെ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടിയ വീടുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗം ഒഴികെ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി 1 ഏക്കറോ അതിലധികമോ സ്ഥലമുള്ളവർക്കും BPL കാർഡിന് അപേക്ഷിക്കാൻ കഴിയില്ല. ഇനി മാർക്കടിസ്ഥാനമില്ലാതെ മുൻഗണന നൽകുന്ന വിഭാഗം ഏതാണെന്ന് നോക്കാം. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, ആദിവാസികൾ, ക്യാൻസർ, ഡയാലിസിസ്, അവയവമാറ്റം, HIV, വികലാംഗർ, ഓട്ടിസം, 100% തളർച്ച തുടങ്ങിയ രോഗാവസ്ഥ ഉള്ളവർ, വിധവ, അവിവാഹിത, വിവാഹമോചനം തുടങ്ങിയ ഗണത്തിൽപ്പെട്ട നിരാലംബരായ സ്ത്രീകൾ കുടുംബനാഥയാണെങ്കിൽ. എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം? 1. BPL സർട്ടിഫിക്കറ്റ്. 2009 BPL സർവേ പട്ടിക അംഗമാണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം. 2009 BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മുൻഗണനയ്ക്ക് അർഹനാണെന്ന് കാണിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം. വരുമാന സർട്ടിഫിക്കറ്റ്. സ്ക്വയർ ഫീറ്റ് സർട്ടിഫിക്കറ്റ്. വീടിൻ്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണിത്. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടരുത്. ജീർണിച്ചതോ ടോയ്ലറ്റ് ഇല്ലാത്തതോ കുടിവെള്ളമില്ലാത്തതോ ആയ വീടാണെങ്കിൽ സാക്ഷ്യപത്രത്തിൽ പ്രത്യേകം ചേർക്കണം. സർക്കാർ ധനസഹായത്തോടെ ലഭിച്ച വീടാണെങ്കിൽ ഏത് സ്കീമിൽ ലഭിച്ചതാണെന്നുള്ള സാക്ഷ്യപത്രം. വീടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. സ്വന്തമായി വീടില്ലാത്ത വാടക റൂമിൽ താമസിക്കുന്നവർ വീടില്ലെന്ന് തെളിയിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഒപ്പിട്ട സാക്ഷ്യപത്രം. ഏറ്റവും പുതിയ നികുതി അടച്ച റെസിപ്റ്റ്. നോ ലാൻഡ് സർട്ടിഫിക്കറ്റ്. സ്വന്തമായി സ്ഥലമില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലമില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. സ്ഥിരമായ രോഗമുള്ളവരോ ഭിന്നശേഷിയുള്ളവരോ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് തഹസീൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. ഗൃഹനാഥയായ കാർഡുടമ വിധവയോ വിവാഹമോചിതയോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ വരുന്ന അവസ്ഥയിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. നിലവിൽ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പെൻഷൻ രേഖകൾ. ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ നൽകുന്ന സാക്ഷ്യപത്രം. ഇത്രയും രേഖകളാണ് BPL റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ തയ്യാറാക്കി വെക്കേണ്ടത്. മേൽപ്പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിഭാഗക്കാർ അതാത് രേഖകൾ കൈവശമുണ്ടെങ്കിൽ ഒക്ടോബർ 10 മുതൽ 20 വരെ അപേക്ഷിക്കാൻ കഴിയും. ബാക്കിയുള്ള അർഹരായ ആളുകൾ രേഖകൾ തയ്യാറാക്കി വെക്കുക, അവസരം വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. പരിശോധന തയ്യാറാക്കി മുൻഗണനാ പട്ടിക തയ്യാറാക്കി അർഹതയുള്ളവർക്ക് BPL കാർഡ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.